ലെബനനിലെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു. ഇന്ന് പുലർച്ചെ 5:30ഓടെയാണ് മധ്യ ബെയ്റൂട്ടിലെ ഈ കെട്ടിടം ആക്രമണത്തിൽ നിലംപൊത്തിയത്. വൻ സ്ഫോടനത്തിന് പിന്നാലെ പ്രദേശമാകെ പൊടിയും പുകയും നിറഞ്ഞു. ഇസ്രായേൽ സൈന്യം മുൻപും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കെട്ടിടമാണിത്. ആക്രമണത്തിന് 1.5 മണിക്കൂർ മുമ്പ് അർദ്ധരാത്രിയോടെ ജനങ്ങളോട് കെട്ടിടത്തിൽ നിന്ന് കുറഞ്ഞത് 300 മീറ്ററെങ്കിലും അകലെ മാറി നിൽക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനിക വക്താവ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേരത്തെ മാർച്ച് 12-ന് ഈ കെട്ടിടത്തിന്റെ ഭൂഗർഭ അറയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെയോടെ കെട്ടിടം പൂർണ്ണമായും തകർക്കാനായി വീണ്ടും ആക്രമണമുണ്ടായത്. അതേസമയം തലസ്ഥാനത്ത് ഇന്ന് നടന്ന ഒരേ ഒരു ആക്രമണമല്ല ഇത്. മധ്യ ബെയ്റൂട്ടിലെ മറ്റു ചില കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സമാനമായ ആക്രമണങ്ങൾ നടത്തി. വ്യക്തികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള കൊലപാതകങ്ങളാണ് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്ന് കരുതപ്പെടുന്നു. ഒരു പാർപ്പിട സമുച്ചയത്തിലെ ഏതെങ്കിലും ഒരു മുറിയോ അപ്പാർട്ട്മെന്റോ മാത്രം തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ സ്ഫോടക വസ്തുക്കളാണ് സൈന്യം ഇതിനായി ഉപയോഗിച്ചത്. ബെയ്റൂട്ട് നഗരത്തിൽ മാത്രം ഇത്തരത്തിൽ 3 അപ്പാർട്ട്മെന്റുകൾക്ക് നേരെയാണ് ഇന്ന് ആക്രമണമുണ്ടായത്. ഈ ആക്രമണങ്ങളിൽ ഇതുവരെ 6 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഈ കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയായി ലെബനനിലുടനീളം ഇസ്രായേൽ നടത്തിവരുന്ന തുടർച്ചയായ സൈനിക നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ സംഭവങ്ങളെയും വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.